ഹാംലെറ്റ് അറിയണത് തന്നെയാണ്. വില്യം ഷേക്സ്പിയർ 1599 to 1601 ആണ് റൈറ്റിംഗ് പീരീഡ്. ലോങ്ങസ്റ്റ് പ്ലേ ഓഫ് ഷേക്സ്പിയർ. ട്രാജഡിയാണ്. സെറ്റ് ഇൻ ഡെൻമാർക്ക്, മെയിൻലി എൽസിനോർ കാസിൽ. എൽസിനോർ എന്നും പറയുന്നുണ്ട്, ക്രോൺബോർഗ് എന്നും പറയുന്നുണ്ട് കാസിൽ. പിന്നെ റിവെഞ്ചാണ്, മോർട്ടാലിറ്റി, മാഡ്നസ്, കറപ്ഷൻ, പൊളിറ്റിക്കൽ ഇൻട്രിഗ്യൂ ഒക്കെ തീമാണ്. ഏർലി വേർഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടോ 1601, സെക്കൻഡ് ക്വാർട്ടോ 1604 അതിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഫോളിയോയിലും ഉണ്ട് 1623. ഈ ഇയേഴ്സ് നമ്മൾ ക്വാർട്ടേഴ്സും ഫോളിയോസും പഠിക്കുമ്പോൾ ഓർക്കേണ്ട ഡേറ്റ്സ് ഇയർ തന്നെയാണ്. പിന്നെ ഹാംലെറ്റ് പ്രിൻസ് ഓഫ് ഡെൻമാർക്കാണ്, സൺ ഓഫ് ദ ഡിസീസ്ഡ് കിങ്. കിങ് ഹാംലെറ്റ് മരിച്ചിട്ടുണ്ടല്ലോ. Claudius, Hamlet's uncle, king of Denmark as of now. The play begins. When the play begins, Claudius is the king of Denmark. Before that, Hamlet's father, King Hamlet. പിന്നെ Gertrude, Queen of Denmark, Hamlet's mother. Polonius ആണ് another character. King's chief counselor ആണ്. ഒഫീലിയ പൊളോണിയസിൻ്റെ മകളാണ്. ഹാംലെറ്റിൻ്റെ ലവ് ഇൻട്രസ്റ്റും കൂടിയാണ്. പിന്നെ പൊളോണിയസിൻ്റെ മകനാണ് ലയാറ്റസ്. ഒരു എനിമി ലൈക്ക് ക്യാരക്ടറാണ്, ഹാംലെറ്റിൻ്റെ ഒരു എനിമി പോലെയാണ്. പിന്നെ ഹൊറേഷ്യോ, ഹാംലെറ്റിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ഹൊറേഷ്യോ. എച്ച് എന്ന് ആലോചിച്ചാൽ മതി. പൊളോണിയസിൻ്റെ മക്കൾ ഒഫീലിയും ലയാറ്റസും. പിന്നെ റോസൻക്രാൻസും ഗിൽഡൻസ്റ്റേണുമാണ് ഈ ഹാംലെറ്റിൻ്റെ ഫ്രണ്ട്സാണ്. അവർ സ്പൈസായിട്ടാണ് പിന്നീട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഫോർട്ടിൻബ്രാസ് ഓർക്കേണ്ട ക്യാരക്ടർ, പ്രിൻസ് ഓഫ് നോർവേ. ഗോസ്റ്റ്, കിങ് ഹാംലെറ്റിൻ്റെ ഗോസ്റ്റ് വരുന്നുണ്ടല്ലോ. പിന്നെ അതർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഓസ്ട്രിക്, മാർസിലസ്, ബെർണാഡോ, ഫ്രാൻസിസ്കോ, റെയ്നാൾഡോ, ഗ്രേവ് ഡിഗേഴ്സ്, പ്ലെയേഴ്സ് അവരൊക്കെയാണ്. ഇനി ഓരോ പ്ലോട്ട് സമ്മറിയാണ്. 5 ആക്ട് പ്ലേ ആണ്. ആക്ട് 1 കിങ് ഹാംലെറ്റിൻ്റെ ഗോസ്റ്റ് അപ്പിയർ ചെയ്യാണ്. എന്നിട്ട് പറയാണ് ക്ലോഡിയസ് ആണ് ആളെ കൊന്നത് എന്ന് പറയാണ്. അങ്ങനെ ഹാംലെറ്റ് അതിനെപ്പറ്റി അന്വേഷിക്കുകയാണ്. അങ്ങനെ റിവെഞ്ച് ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുകയാണ് ക്ലോഡിയസിന് എതിരെ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ആൾ മാഡ്നസ് പ്രിറ്റൻഡ് ചെയ്യാണ്. ലയാറ്റസ് നേരത്തെ പറഞ്ഞു പൊളോണിയസിൻ്റെ മകൻ, ആൾ ഫ്രാൻസിലേക്ക് പോവും. അപ്പോൾ പൊളോണിയസ് ഒഫീലിയനെ വോൺ ചെയ്യും, ഹാംലെറ്റിന് ആയിട്ട് ക്ലോസ് ആവരുത് എന്നൊക്കെ വോൺ ചെയ്യും. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ആക്ട് 1 തന്നെ 5 സീനുണ്ട്. അതിൽ ഫസ്റ്റ് സീനിലാണ് ഗാർഡുകൾ, കോർട്ടിലെ ഗാർഡുകളാണ് ഗോസ്റ്റ് കണ്ടു എന്ന് പറയണേ. കിങ് ഹാംലെറ്റിൻ്റെ ഗോസ്റ്റ് കണ്ടു എന്ന് പറയണത്. കിങ് ഹാംലെറ്റിൻ്റെ പോലെ ഉണ്ട്, ഗോസ്റ്റിനെ കണ്ടു എന്നൊക്കെയാണ് അവർ പറയണത്. ഒരു കൺഫർമേഷൻ ഇല്ല. എന്നിട്ട് അവരത് പ്രിൻസ് ഹാംലെറ്റിനോട് പറയുകയാണ്. എന്നിട്ട് സീൻ 2 കിങ് ക്ലോഡിയസ് ഹാംലെറ്റ്സ് അങ്കിൾ ജെർട്രൂഡിനെ മാരേജ് ചെയ്യണം. ആക്ട് 1 തന്നെയാണ് കേട്ടോ അതൊക്കെ. സീൻ 2 ആണ് മാരേജ് ചെയ്യണത്. ഹാംലെറ്റിന് ഭയങ്കര ഡിപ്രഷനാണ് അച്ഛൻ മരിച്ചിട്ട്. അങ്ങനെ ഹൊറേഷ്യോ സീൻ 2 ഹാംലെറ്റിനോട് പറയണത് ഇങ്ങനെ ഗോസ്റ്റ് ഉണ്ട്, അച്ഛൻ്റെ ഗോസ്റ്റിനെ കണ്ടു എന്ന് അവർ പറയുന്നുണ്ടെന്നൊക്കെ. ക്ലോസ് ഫ്രണ്ടാണല്ലോ ഹൊറേഷ്യോ. എന്നിട്ട് സീൻ 3 ലയാറ്റസ് ഒഫീലിയനോട് പറയാണ് ഒരു ഹാംലെറ്റിനെ വിശ്വസിക്കരുത്, ഹാംലെറ്റിൻ്റെ ലവ് ഫേക്കാണെന്നൊക്കെ പറയണു. അച്ഛനും ബ്രദറും പറയുന്നുണ്ട്, പൊളോണിയസും ബ്രദറും ലയാറ്റസും ഒഫീലിയനോട് പറയാണ് ഹാംലെറ്റിനെ അവോയ്ഡ് ചെയ്യാൻ. പിന്നെ സീൻ 4 മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാംലെറ്റ് ഗോസ്റ്റിനെ കാണുകയാണ്. അപ്പോൾ ഹാംലെറ്റ് ഗോസ്റ്റിനെ കാണുന്നത് സീൻ 4 ആക്ട് 1 സീൻ 4 അങ്ങനെ ഗോസ്റ്റ് പറയാണ് അങ്ങനെ റിവെഞ്ച് ചെയ്യണം എന്നൊക്കെ പറയാണ്. സീൻ 5 ഗോസ്റ്റ് പറയണത് ക്ലോഡിയസ് ആണ് എന്നെ കൊന്നത്, എങ്ങനെ കൊന്നതെന്നൊക്കെ പറയണത് ആക്ട് 1 സീൻ 5 കേട്ടോ. ബൈ പോറിങ് പോയിസൺ ഇൻ ടു ഹിസ് ഇയർ. മരണകാരണം എങ്ങനെയാണ് കൊന്നതെന്നൊക്കെ ക്ലോഡിയസ് എങ്ങനെ കൊന്നത് എന്ന് ഗോസ്റ്റ് മകനോട് പറയാണ്. അങ്ങനെ ഹാംലെറ്റ് വിചാരിക്കുകയാണ് ഇങ്ങനെ റിവെഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കുകയാണ്, പ്രിറ്റൻഡിങ് മാഡ്നസ്. ഇനി ആക്ട് 2 2 സീനേ ഉള്ളൂ. ആക്ട് 2 സീൻ 1 പൊളോണിയസ് സെൻസ് എ സ്പൈ ടു വാച്ച് ലയാറ്റസ് ഇൻ ഫ്രാൻസ്. പൊളോണിയസ് അച്ഛൻ മകനെ സ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രാൻസിലേക്ക് സ്പൈസിനെ അയക്കുകയാണ്. ഒഫീലിയ റിട്ടോർട്ട്സ് ഹാംലെറ്റ്സ് സ്ട്രേഞ്ച് ബിഹേവിയർ റിപ്പോർട്ട്സ്. ഒഫീലിയയ്ക്ക് മനസ്സിലാവുകയാണ് ഹാംലെറ്റിന് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന്, അതായത് അവൻ മാഡ്നസ് പ്രിറ്റൻഡ് ചെയ്യണമല്ലോ.
ആക്ട് 2-ൽ സീൻ 2-ൽ ക്ലോഡിയസും ഗെർട്രൂഡും എന്താണ് ഈ ഹാംലെറ്റിന് എന്തൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ, മാഡ്നസ് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ അവരും എന്താ അതിൻ്റെ കാരണമൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നിട്ട് അവരാണ്, ക്ലോഡിയസും ഗെർട്രൂഡുമാണ് റോസൻ ക്രാൻസിനെയും ഗിൽഡസ്റ്റേണിനെയും സ്പൈ ആയിട്ട് ഹാംലെറ്റിൻ്റെ അടുത്ത് ഒക്കെ അയക്കണത്. ഹാംലെറ്റിൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്, പക്ഷേ എന്താണ് ആക്ച്വലി അവന് എന്താണ് മാഡ്നസ്, എന്താണ് അവൻ്റെ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട് സ്പൈ ആയിട്ട് അയക്കുകയാണ്. ഹാംലെറ്റ് സസ്പെക്ട്സ് ദം. ഹാംലെറ്റിന് അപ്പോഴും മനസ്സിലാവും ഫ്രണ്ട്സ് ആണെങ്കിലും അവരെന്തോ സ്പൈ ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. പിന്നെ ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ് ആരായും ഹാംലെറ്റ് പ്ലാൻസ് എ പ്ലേ ടു എക്സ്പോസ് ക്ലോഡിയസ്. നമുക്കറിയാമല്ലോ, പ്ലേ വിത്തിൻ എ പ്ലേ, അത് പ്ലാൻ ചെയ്യാണ് ഹാംലെറ്റ് ആക്ട് 2-ൽ. ആക്ട് 3-ലാണ് ഫസ്റ്റ് സീനിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോട്ട് ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ള സോളിലോക്കി ഹാംലെറ്റിൻ്റെ, അത് ഏത് ഇതിലാണെന്ന് ചോദിക്കാറുണ്ട്. ആക്ട് 3 സീൻ 3:1 അതിലാണ് ടു ബി ഓർ നോട്ട് ടു ബി സോളിലോക്കി, അതായത് ലൈഫിൻ്റെ മീനിങ്ങിനെ പറ്റി ഇങ്ങനെ ജീവിക്കണമെല്ലാം അർത്ഥം എന്നൊക്കെ ഒരു രീതിയിൽ ആൾ ഹാംലെറ്റ് ഡിപ്രസ്ഡ് ആയിട്ട് സ്വയം സോളിലോക്കി നടത്തുന്നതാണ്. ഹാംലെറ്റ് ഒഫീലിയനെ റിജക്റ്റ് ചെയ്യാണ് ഈ സീനിൽ തന്നെയാണ്. ക്ലോഡിയസ് റിയലൈസസ് ഹാംലെറ്റ് ഇസ് ഡേഞ്ചറസ്. അങ്ങനെ ക്ലോഡിയസിന് മനസ്സിലാവാണ് ഹാംലെറ്റിന് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഡേഞ്ചറസ് ആണ് സിറ്റുവേഷൻ എന്ന് ക്ലോഡിയസിന് മനസ്സിലാവും. ഇനി സീൻ 2-ൽ ഇതാണ് പ്ലേ വിത്തിൻ ദ പ്ലേ. ദ പ്ലേ മൗസ് ട്രാപ്പ് ഇസ് പെർഫോംഡ് ഇൻ ആക്ട് 3 സീൻ 2. അത് മിറേഴ്സ് ദ മർഡർ ഓഫ് ഹാംലെറ്റ്സ് ഫാദർ. ക്ലോഡിയസ് റിയാക്ട്സ് ആൻഡ് ലീവ്സ് പ്രൂഫ് ഓഫ് ഗിൽറ്റ്. അങ്ങനെ ക്ലോഡിയസിന് മനസ്സിലാവാണ് എന്തായാലും കണ്ടുപിടിക്കാറായിരുന്നു. ഇനി സീൻ 3-ൽ ക്ലോഡിയസ് ട്രൈസ് ടു പ്രേ. ഹാംലെറ്റ് ഹാസ് എ ചാൻസ് ടു കിൽ ഹിം ബട്ട് ഹെസിറ്റേറ്റ്സ്. ഇതാണ് ഹാംലെറ്റിൻ്റെ പ്രോക്രാസ്റ്റിനേഷൻ. ഹാംലെറ്റ് കൊല്ലാൻ പോവാണ്, പക്ഷേ അയാൾ പ്രാർത്ഥിക്കുമ്പോൾ കൊല്ലണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ സന്ദർഭത്തിലും മാക്ബത്ത് മീൻസ് ഹാംലെറ്റ് അത് വിട്ട് പോവാണല്ലോ. അങ്ങനെ സീൻ 4 ആകുമ്പോൾ ഹാംലെറ്റ് ജെർട്രൂഡിനെ കാണുകയാണ്. എന്നിട്ട് ആ ഒരു കട്ടൻ്റെ ബാക്കിൽ അവൻ ഒളിച്ച് നിൽക്കും. അപ്പോൾ ഇവൻ വിചാരിക്കും അത് നമ്മുടെ ക്ലോഡിയസ് ആണ്, എന്നിട്ട് കൊന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുക അത് പൊളോണിയസ് ആണെന്ന്. അങ്ങനെ ആ സമയത്ത് പിന്നെയും ഗോസ്റ്റ് അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊളോണിയസ്, ഒഫീലിയയുടെ അച്ഛനും മരിച്ചു. ആക്ട് 3-യുടെ എൻഡിൽ.